ഹലോ ഓൾ, പി എസ് സി ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി ആണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് മഹാരാഷ്ട്രയാണ്. അപ്പോൾ മഹാരാഷ്ട്രയാണ് 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. അടുത്ത ചോദ്യം നോക്കാം. 2024-2025 കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്ന മേഖല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രതിരോധ മന്ത്രാലയം. പ്രതിരോധ മന്ത്രാലയത്തിനാണ് 2024-2025 കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്നത്. 2024-2025 കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്ന മേഖല പ്രതിരോധ മന്ത്രാലയമാണ്. അപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിനാണ് 2024-2025 കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മിലൻ നാവികാഭ്യാസത്തിൻ്റെ 12ാം എഡിഷൻ നടന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി ആണ് വിശാഖപട്ടണം. വിശാഖപട്ടണത്താണ് മിലൻ നാവികാഭ്യാസത്തിൻ്റെ 12ാമത്തെ എഡിഷൻ നടന്നത്. മിലൻ നാവികാഭ്യാസത്തിൻ്റെ 12ാമത്തെ എഡിഷൻ നടന്നത് വിശാഖപട്ടണത്താണ്. അപ്പോൾ വിശാഖപട്ടണത്താണ് മിലൻ നാവികാഭ്യാസത്തിൻ്റെ 12ാമത്തെ എഡിഷൻ നടന്നത്. അടുത്ത ചോദ്യം. ഏത് വർഷത്തോടെ ചന്ദ്രനിൽ ഒരു ബഹിരാകാശ സഞ്ചാരി ഇറക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ചന്ദ്രയാൻ 4 അടയാളപ്പെടുത്തുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 2040. 2040ഓടെ ചന്ദ്രനിൽ ഒരു ബഹിരാകാശ സഞ്ചാരി ഇറക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ചന്ദ്രയാൻ 4 അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 4 എന്നത് 2040ഓടെ ചന്ദ്രനിൽ ഒരു ബഹിരാകാശ സഞ്ചാരി ഇറക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ്. അപ്പോൾ 2040ഓടെ ചന്ദ്രനിൽ ഒരു ബഹിരാകാശ സഞ്ചാരി ഇറക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ചന്ദ്രയാൻ 4 അടയാളപ്പെടുത്തുന്നത്. 5ാമത്തെ ചോദ്യം നോക്കാം. 2023 വ്യോമസേന ദിനാചരണം നടന്ന നഗരം? ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രയാഗ്രാജ്. പ്രയാഗ്രാജിലാണ് 2023 വ്യോമസേന ദിനാചരണം നടന്നത്. 2023 വ്യോമസേന ദിനാചരണം നടന്നത് പ്രയാഗ്രാജിലാണ്. അപ്പോൾ പ്രയാഗ്രാജിലാണ് 2023 വ്യോമസേന ദിനാചരണം നടന്നത്. അടുത്ത ചോദ്യം നോക്കാം. പ്രാദേശിക ഭരണം ശക്തിപ്പെടുത്താനായി കില രൂപകൽപ്പന ചെയ്ത ഓൺലൈൻ ചർച്ചാവേദി? ഉത്തരം ഓപ്ഷൻ സി ആണ് തദ്ദേശകം. പ്രാദേശിക ഭരണം ശക്തിപ്പെടുത്താനായി കില രൂപകൽപ്പന ചെയ്ത ഓൺലൈൻ ചർച്ചാവേദിയാണ് തദ്ദേശകം. അപ്പോൾ തദ്ദേശകം എന്ന ഓൺലൈൻ ചർച്ചാവേദിയാണ് പ്രാദേശിക ഭരണം ശക്തിപ്പെടുത്താനായി കില രൂപകൽപ്പന ചെയ്തത്. പ്രാദേശിക ഭരണം ശക്തിപ്പെടുത്താനായി കില രൂപകൽപ്പന ചെയ്ത ഓൺലൈൻ ചർച്ചാവേദിയാണ് തദ്ദേശകം. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി ആണ് സംബൽപൂർ. സംബൽപൂരിലാണ് രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് സംബൽപൂരിലാണ്. അപ്പോൾ സംബൽപൂരിലാണ് രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യം. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി? ഉത്തരം ഓപ്ഷൻ സി ആണ് റഷ്യ. അപ്പോൾ റഷ്യയാണ് ബ്രിക്സ് ഉച്ചകോടി 2024 വേദി. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യയാണ്. അപ്പോൾ റഷ്യയാണ് ബ്രിക്സ് ഉച്ചകോടി 2024 വേദി. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ ആണ് ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്താണ്. അപ്പോൾ ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്ക് ഉണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാനുള്ള കൗൺസിലിംഗ് പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹാറ്റ്സ്. ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാനുള്ള കൗൺസിലിംഗ് പദ്ധതിയാണ് ഹാറ്റ്സ്. അപ്പോൾ ഹാറ്റ്സ് എന്ന കൗൺസിലിംഗ് പദ്ധതി
ജോലി സംബന്ധമായും വ്യക്തിപരമായും പോലീസുകാർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാനുള്ള പദ്ധതിയാണ്. അപ്പോൾ പോലീസുകാർക്ക് ജോലി സംബന്ധമായും വ്യക്തിപരമായും ഉണ്ടാകുന്ന മാനസിക സംഘർഷം ലഘൂകരിക്കാനുള്ള കൗൺസിലിംഗ് പദ്ധതിയുടെ പേര് ഹാറ്റ്സ് എന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നത് കൊട്ടാരക്കരയിലാണ്. അപ്പോൾ കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യാന്തര നാണയനിധി IMF പ്രവചിച്ച നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇന്ത്യൻ വളർച്ചാ നിരക്ക്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 6.8%. 6.8%മാണ് രാജ്യാന്തര നാണയനിധി അതായത് IMF പ്രവചിച്ച നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇന്ത്യൻ വളർച്ചാ നിരക്ക്. രാജ്യാന്തര നാണയനിധി പ്രവചിച്ച നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇന്ത്യൻ വളർച്ചാ നിരക്ക് 6.8%മാണ്. അപ്പോൾ രാജ്യാന്തര നാണയനിധി പ്രവചിച്ച നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇന്ത്യൻ വളർച്ചാ നിരക്ക് എത്രയാണ്? ഉത്തരം 6.8%. അടുത്ത ചോദ്യം നോക്കാം. ഇസ്രോയുടെ പുതിയ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം വരുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ ആണ് കുലശേഖരപട്ടണം. കുലശേഖരപട്ടണത്താണ് ഇസ്രോയുടെ പുതിയ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം വരുന്നത്. ഇസ്രോയുടെ പുതിയ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം വരുന്നത് കുലശേഖരപട്ടണത്താണ്. അപ്പോൾ കുലശേഖരപട്ടണത്താണ് ഇസ്രോയുടെ പുതിയ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സാമൂഹിക സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായി 2023 സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെൻറ്റിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ സി ആണ് അർജൻറ്റീന. സാമൂഹിക സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായി 2023 സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെൻറ്റിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ചത് അർജൻറ്റീനയാണ്. അർജൻറ്റീനയാണ് സാമൂഹിക സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായി 2023 സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെൻറ്റിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ചത്. അപ്പോൾ സാമൂഹിക സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായി 2023 സോഷ്യൽ സെക്യൂരിറ്റി എഗ്രിമെൻറ്റിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം? ഉത്തരം അർജൻറ്റീനയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല? ഉത്തരം ഓപ്ഷൻ സി ആണ് എറണാകുളം. വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല എറണാകുളമാണ്. അപ്പോൾ എറണാകുളം ജില്ലയാണ് വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയത്. അപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല എറണാകുളം ജില്ലയാണ്. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മാനാഞ്ചിറ. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറയിലാണ്. അപ്പോൾ മാനാഞ്ചിറയിലാണ് സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ്? മാനാഞ്ചിറയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 ദാദാ സാഹിബ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചതാർക്ക്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഷാറൂഖ് ഖാൻ. ഷാറൂഖ് ഖാനാണ് 2024 ദാദാ സാഹിബ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. അപ്പോൾ 2024 ദാദാ സാഹിബ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ഷാറൂഖ് ഖാനാണ്. അപ്പോൾ 2024 ദാദാ സാഹിബ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്? ഉത്തരം ഷാറൂഖ് ഖാൻ. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വയനാട്. വയനാടാണ് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല. അപ്പോൾ രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാടാണ്. അപ്പോൾ വയനാടാണ് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ല. അടുത്ത ചോദ്യം നോക്കാം. ലോക ബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി നിയമിതനായ ഇന്ത്യക്കാരൻ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് രാകേഷ് മോഹൻ. രാകേഷ് മോഹനാണ് ലോകബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായി നിയമിതനായ ഇന്ത്യക്കാരൻ. ലോകബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി നിയമിതനായ ഇന്ത്യക്കാരൻ രാകേഷ് മോഹനാണ്. അപ്പോൾ രാകേഷ് മോഹനാണ് ലോകബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശ സമിതി അംഗമായി നിയമിതനായ ഇന്ത്യക്കാരൻ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കാൻ
2024 ഒക്ടോബറിൽ ഏത് ബഹിരാകാശ ഏജൻസി വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ക്ലിപ്പർ? ഉത്തരം ഓപ്ഷൻ ബി ആണ് നാസ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കാൻ 2024 ഒക്ടോബറിൽ നാസയാണ് ക്ലിപ്പർ എന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കാൻ 2024 ഒക്ടോബറിൽ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ക്ലിപ്പർ. അപ്പോൾ നാസയാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കാൻ 2024 ഒക്ടോബറിൽ ക്ലിപ്പർ എന്ന ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.